ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനായ ഇലോൺ മസ്ക് ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ഞങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ഇലോൺ മസ്കാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ മുമ്പ് ചെയ്തൊരു വിഷയമാണ് സ്റ്റാർലിങ്ക്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിൻ്റെ കീഴിൽ വരുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ അടക്കി വാടാൻ തീരുമാനിച്ചു എന്ന കാര്യം ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഫോളോ അപ്പായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. സ്പെക്ട്രം റേഡിയോ തരംഗങ്ങൾ നമ്മുടെ ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ മൊബൈൽ ഉൾപ്പെടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന റേഡിയോ വേവ്സ് ആണ്. സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കുന്ന റേഡിയോ തരംഗങ്ങളാണ്. അത് ഒരു വലിയ സ്വത്താണ്, ഒരു രാജ്യത്തിൻ്റെ വലിയ സ്വത്താണ്. അത് ഇത്രയും കാലം നമ്മൾ ലേലം ചെയ്ത് കൊടുക്കുകയായിരുന്നു പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സിനും BSNL ഉൾപ്പെടെ, പ്രൈവറ്റും പബ്ലിക്കും. ഇപ്പോൾ അംബാനി, അതേപോലെ എയർടെൽ, സുനിൽ മിത്തൽ, അതുപോലുള്ള മറ്റ് ടാറ്റ, അതുപോലുള്ള ഓപ്പറേറ്റേഴ്സിന് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയും. അവർക്ക് ലേലം ചെയ്ത് കൊടുത്തിട്ട് ഓരോ ലേലത്തിലും 2G ആവട്ടെ, 3G ആവട്ടെ, 4G വന്നു, ഇപ്പോൾ 5G വന്നു, 6Gയിലേക്ക് പോവുകയാണ് സാങ്കേതിക വിദ്യ, കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ. അപ്പോൾ ഒരു 5 ലക്ഷം കോടി രൂപയോളം ലേലത്തിലൂടെ കേന്ദ്ര സർക്കാരിന് വരുമാനം കിട്ടുന്ന പദ്ധതിയാണ് സ്പെക്ട്രം ലേലം എന്ന് പറയുന്നത്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആവശ്യപ്പെട്ടത് ലേലം പാടില്ല, അല്ലാതെ ഡയറക്റ്റ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ആ ബീമുകൾ ഓൺ ചെയ്ത് ലൈസൻസ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി. അന്ന് അതിനെ എതിർത്ത ആളാണ് മുകേഷ് അംബാനി, ജിയോ, റിലയൻസിൻ്റെ ജിയോ. സുനിൽ മിത്തൽ അതിനെ എതിർത്തതാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം എതിർത്തതാണ്. അങ്ങനെ ഇലോൺ മസ്കിന് അനുവാദം കൊടുത്തു. പക്ഷെ ഇപ്പം ദാ മലക്കം മറിഞ്ഞു. ഇതേ മുകേഷ് അംബാനി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് കൊടുക്കാൻ വേണ്ടി. സുനിൽ മിത്തലും ജിയോ പോലെ തന്നെ, അംബാനി ചെയ്ത പോലെ തന്നെ സുനിൽ മിത്തലും സ്റ്റാർലിങ്കുമായിട്ട് ഇലോൺ മസ്കുമായിട്ട് ഒത്തുതീർപ്പിലെത്തി. ഈ ഒത്തുതീർപ്പിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ കളിച്ച കളികൾ എന്താണ്? സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. ഇതാണ് ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാത്ത മുതലാളിത്തം. അപ്പൊ ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തന്നെ. ആദ്യം ഉടക്ക് പറഞ്ഞ് ലേലം തന്നെ വേണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാവുന്ന ലേലം തന്നെ വേണമെന്ന് പറഞ്ഞ മുകേഷ് അംബാനിയെയും സുനിൽ മിത്തലിനെയും ഒക്കെ ഇപ്പൊ വരുതിയിലാക്കി ഇലോൺ മസ്കുമായിട്ട് ഭായി. അതാണ് ചങ്ങാത്ത മുതലാളിത്തം. അതിന്റെ ഗുണം ആർക്കൂടി കിട്ടും? കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കും കിട്ടും. ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. ഇതാണ് ക്രോണി ക്യാപിറ്റലിസത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഇതാണ് ചങ്ങാത്ത മുതലാളിത്തം. സമ്പന്നർ വീണ്ടും സമ്പന്നരാകും, ദരിദ്രർ വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കും. അതാണ് ചങ്ങാത്ത മുതലാളിത്തം. GDPയിൽ വൻ വളർച്ച, രാജ്യം കുതിക്കുന്നു. രാജ്യം കുതിക്കുമ്പോൾ ഈ കുതിക്കുന്നത് ആരാണ്? കുതിക്കുന്നത് അംബാനിയും അദാനിയും മിത്തലും അങ്ങനെയുള്ളവരെ ആണ് കുതിക്കുന്നത്. പാവങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഇതുകൊണ്ട്? ഇനി സ്റ്റാർലിങ്കിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ അമേരിക്കയിൽ തന്നെ സ്റ്റാർലിങ്കിന്റെ അത് വരിസംഖ്യ, നമ്മൾ ഇന്റർനെറ്റിന് ഒരു മാസ വരിസംഖ്യ കൊടുക്കണമല്ലോ. അപ്പൊ സ്റ്റാർലിങ്കിന്റെ അമേരിക്കയിലെ ഡോളർ വെച്ച് നോക്കുക, ഏതാണ്ട് ഒരു മാസം 10,000 രൂപ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉപഗ്രഹ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് ഒരു ഉപഭോക്താവ് കൊടുക്കണം. അമേരിക്കയിൽ ഏതാണ്ട് ഒരു 10,000 രൂപയോളം കൊടുക്കണം. ഇന്ത്യ ഈ കച്ചവടത്തിന്റെ സാധ്യതകൾ പറയുകയാണ്. ആർക്ക്? മുതലാളിമാർക്ക്, ഈ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ വ്യക്താക്കൾക്ക്. നാളെ അദാനിന്റെ അകത്തേക്ക് വരും. ഇപ്പൊ അംബാനി, മിത്തല്, നാളെ അദാനി ഈ രംഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഇത് കൊണ്ടുവരുമ്പോൾ മിനിമം 2,000 മുതൽ 4,000 രൂപ വരെ ഒരു ഉപഭോക്താവ് പൈസ കൊടുക്കേണ്ടി വരും, സ്റ്റാർലിങ്കിന് കൊടുക്കേണ്ടി വരും. ഉപഗ്രഹം അത് വരുന്നത് ജിയോ വഴി, മുകേഷ് അംബാനിയുടെ ജിയോ വഴി വരും, സുനിൽ മിത്തലിന്റെ എയർടെൽ വഴി വരും. അതുപോലെ മറ്റ് മുതലാളിമാരുടെ സർവീസ്
പ്രൊവൈഡർ നെറ്റ്വർക്ക് വഴി വരും. പക്ഷെ കാശാരുടെയാണ് പോകുന്നത്? ഇപ്പം നമുക്കറിയാം, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ വീട്ടിലെ ഹൈ സ്പീഡ് ഇപ്പോൾ 4G 5G വന്നു. ഒരു മാസം നമുക്ക് പല സ്കീമുണ്ട്. ഒരു മിനിമം ഉപയോഗിക്കുന്നവർക്ക് ഒരു മാസം ഒരു 500 മുതൽ 1000 രൂപയ്ക്കകത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് വീഡിയോ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് സംവിധാനത്തിന് 500 മുതൽ 1000 രൂപ വരെ കൊടുക്കേണ്ടടുത്ത് ഇനി വരാൻ പോകുന്നത് ഇലോൺ മസ്ക് ഇങ്ങനെ അവതരിക്കും. അതിന് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ പരവതാനി വിരിച്ചു കഴിഞ്ഞു. എന്താണ് ഉപഗ്രഹ ഇന്റർനെറ്റ്? ഭൂമിയുടെ ഓർബിറ്റിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചിട്ട്, സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചിട്ട്, ആ സാറ്റലൈറ്റ് വഴി ഓരോ വീടുകളിലും ഓരോ സ്ഥാപനങ്ങളിലും രാജ്യം മുഴുവൻ അല്ലെ ലോകം മുഴുവൻ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്ന സംവിധാനമാണ് സ്റ്റാർലിങ്ക് പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്. അപ്പൊ ടവറിന്റെ ആവശ്യമില്ല, നേരിട്ട് വീട്ടിൽ ഇത് കിട്ടും. പക്ഷേ അപ്പോ വീട്ടിൽ അതിനൊരു ആന്റിന സ്ഥാപിക്കണം, അതിന് കണക്ഷൻ എടുക്കണം. അതിന് 10-20,000 റുപ്യ ചിലവാകും. പിന്നെ മാസം തോറും ഒരു 3,000, 4,000 തൊട്ട് 5,000 രൂപ വരെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുമോ? അപ്പൊ ഈ മോദി സർക്കാർ ആരുടെ കൂടെയാണ്? ആലോചിക്കുക. അത് ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ കൂടിയാണ്. ചങ്ങാത്ത മുതലാളിത്തത്തെ പിന്തുണയ്ക്കുന്ന ഒരു കേന്ദ്ര ഭരണകൂടമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും കൂടുതലത്തെ തെളിവാണിത്. ഇതിനെ വെല്ലുവിളിക്കാൻ ലോകത്തൊരേ ഒരു ശക്തിയേ ഉള്ളൂ. ഇന്ത്യക്കൊന്നും കഴിയില്ല. അത് ചൈനയാണ്. ഞങ്ങൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതിന്റെ കാര്യങ്ങൾ ചില കണക്കൊന്നുകൂടി ആവർത്തിക്കാം. ഇപ്പോ 7,000-ഓളം ഉപഗ്രഹങ്ങളാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഭൂമിക്ക് ചുറ്റും വിക്ഷേപിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റുന്ന 7,000 സാറ്റലൈറ്റുകൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ. അതിൽ നിന്നാണ് ഇങ്ങേര് ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ യുക്രൈനിൽ പോലും ഇന്റർനെറ്റ് സംവിധാനം കൊടുക്കുന്നതും ഡ്രോൺ യുദ്ധം അവിടെ നടത്തുന്നതും ഈ ടെക്നോളജി വഴിയാണ്. ഇതിന്റെ സാധ്യതകൾ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. ലോകം ഇയാൾ കീഴടക്കാൻ പോകുന്നു. ഇലോൺ മസ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് സാധാരണക്കാർക്ക് ഇതിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോ എന്താ ഇപ്പൊ വെല്ലുവിളി? ആഫ്രിക്ക ചൈന കീഴടക്കി. ഈ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തും വ്യവസായ രംഗത്തും ധാതു ഖനന രംഗത്തും ഒക്കെ ആഫ്രിക്ക മുഴുവൻ ചൈനയുടെ കയ്യിലായി. അപ്പം ഇലോൺ മസ്കിന് അറിയാം ചൈനയാണ് ഭീഷണി, ഇന്ത്യ ഒരു ഭീഷണിയല്ല, ഒരു കുന്തമല്ല എന്ന് ഇലോൺ മസ്കിന് ഡൊണാൾഡ് ട്രംപിന് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ഒരു ഭരണകൂടത്തിന് ഈ വിഷൻ ഇല്ലല്ലോ, കാഴ്ചപ്പാടില്ലല്ലോ, ചൈന ചെയ്യുന്ന പോലെ ചെയ്യാൻ അറിയില്ലല്ലോ. മണിപ്പൂരിൽ നിയമവിരുദ്ധമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു, അതും മനസ്സിലാക്കണം. അതുപോലെ മ്യാൻമറിൽ നിയമപരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഭൂട്ടാനിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും അനുവദിക്കുക, തരിക. ഇതാണ് ഇലോൺ മസ്കിന്റെ ആവശ്യം. അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ രഹസ്യ പിന്തുണയില്ലാതെ മുകേഷ് അംബാനി ഇങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? മുകേഷ് അംബാനിയുടെ ജിയോ, സുനിൽ മിത്തലിന്റെ എയർടെൽ? ഇല്ല. കേന്ദ്ര സർക്കാരിന്റെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇപ്പൊ ഈ കച്ചവടം നടന്നിരിക്കുന്നത്. എത്ര ലക്ഷം കോടികളുടെ കച്ചവടമാണ് ഈ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സാധാരണക്കാരന്റെ പേഴ്സിൽ നിന്നാണ് കാശ് പോകുന്നത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന്. അപ്പോൾ ഈ 7,000 ഈ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അത് അടുത്ത ഒരു 2-3 വർഷം കൊണ്ട് ഈ 7,000 സാറ്റലൈറ്റുകളെ, കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം 42,000 ആക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏത് കോണിലും ഇപ്പൊ ഉള്ള ബ്രോഡ്ബാൻഡ് പോലെ തന്നെ അതിന് പരിമിതികളുണ്ട്. ഇത് ആകാശത്തുനിന്ന് നെറ്റ് കൊടുക്കുകയാണ്. അപ്പം ഭൂമിയുടെ ഏത് കോണിലും, ആകാശത്ത്, സമുദ്രത്തിലും, കരയിലും, കടലിലും, എവിടെയും, ഒരു വിമാനത്തിലും എവിടെയും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കൊടുക്കുന്ന ടെക്നോളജിയാണ് സ്റ്റാർലിങ്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇലോൺ മസ്ക് ലോകം കീഴടക്കാൻ പോവുകയാണ്. ഇതാണ് വരാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത്. എന്നിട്ട് അയാൾ തീരുമാനിക്കും ഈ ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അയാൾ തീരുമാനിക്കും. പക്ഷെ അതിന് വെല്ലുവിളി ചൈന മാത്രമേ ഉള്ളൂ. അതായത് ഇവര് 42,000 സാറ്റലൈറ്റുകൾ ഇലോൺ മസ്കിന്റെ സ്ഥാപനം ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ ഓടിക്കാൻ നോക്കുമ്പോൾ ചൈന ഇതിനകം തന്നെ 38,000 വിക്ഷേപിച്ചിട്ട് അതിനെ മറികടക്കാൻ നോക്കുകയാണ്. അവരുടെ പോളിസി. അപ്പോ ഇലോൺ മസ്കിനും അമേരിക്കയ്ക്കും ഭീഷണി ചൈന മാത്രമാണ്, ഇന്ത്യ ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലേ ഇപ്പൊ ഒരു മിനിറ്റിൽ 10 സിനിമകൾ വരെ ഡൗൺലോഡ് ചെയ്യാം ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ. ഇപ്പോൾ ഒരു സിനിമ 1.5-2 മണിക്കൂർ കാണുമല്ലോ. ഒരു മിനിറ്റിൽ അല്ലെ സെക്കൻഡ്സിൽ തന്നെ
5-10 സിനിമകൾ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ അപ്ലോഡ് ചെയ്യാനുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാം അതിൽ ഇരകളാക്കപ്പെടും. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവാക്കൾ, യുവത, അവിടെ ഇത്രയും വലിയ സംഭവമല്ലേ ഇത്. 5,000 രൂപ മാസം കൊടുത്താലെന്താ, ഇത്രയും സംഭവങ്ങൾ നടക്കുന്നില്ലേ? പക്ഷേ ഇതിന് സമാന്തരമായിട്ടുള്ള ടെക്നോളജി കണ്ടെത്താനും നടപ്പാക്കാനും ഉള്ള ശേഷി ഈ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഉണ്ടാവണമായിരുന്നു. ഇപ്പം നമ്മൾ മസ്കിന് മുന്നിൽ, ട്രംപിന് മുന്നിൽ കീഴടങ്ങി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ അമേരിക്കയിൽ പോയിട്ട് കണ്ടവരിൽ ഒരു പ്രധാനി ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് മാത്രമല്ല, ഇലോൺ മസ്ക്, സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ഇലോൺ മസ്ക്, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനെ കണ്ടിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നത്. അപ്പം അവിടെ നടന്ന ചർച്ച, കാര്യങ്ങൾ, സംഭവങ്ങൾ, അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഫോളോ അപ്പ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എങ്ങനെ കീഴടങ്ങി കൊടുത്തു എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. കാരണം ലോകത്ത് ചൈനയിൽ ഏറ്റവും ജനസംഖ്യ ചൈനയിൽ, പിന്നെ ഇന്ത്യയിൽ. അപ്പോൾ ഉപഭോക്താക്കളാണ് വരുമാനം തരുന്നവർ. അപ്പോൾ ചൈന എന്തായാലും പറ്റത്തില്ല. ചൈന നമുക്ക് വെല്ലുവിളിയാണ്. അമേരിക്ക അല്ലെ ഇലോൺ മസ്ക് വരുന്നത്. പിന്നെ ഇലോൺ മസ്കിന്റെ വിചാരം പിന്നെന്താണ്, ഇന്ത്യയെ പിടിക്കണം. അവിടെ ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. ഒരു കോടി 140 കോടിയോളം ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അവരാണ് നമ്മുടെ കച്ചവടം, അതാണ് ഞങ്ങളുടെ ബിസിനസ്, അത് പിടിക്കണം. അതിന് എന്ത് ചെയ്യാനും തയ്യാറാണ്. ഭരണകൂടവുമായിട്ട് പിന്നെ പിൻവാതിൽ ഡീലുകൾ, കാര്യങ്ങൾ, അതെല്ലാം നടന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കരുതുക, വരാൻ പോകുന്നത് എന്താണെന്ന് കരുതിക്കൊള്ളുക. അത്ര മാത്രമേ ലെഫ്റ്റ് റൈറ്റ് വോയിസിന് പറയാനുള്ളൂ.